സലോമോന്റെ അടുത്ത് വന്ന രാജ്ഞിയില്ലേ ഷബാസ്? സലോമോൻ രാജാവിന്റെ അടുത്ത് വന്ന രാജ്ഞി സുലൈമാൻ. സോളമന്റെ ഇത് വിജ്ഞാനം അറിയാൻ വേണ്ടി വന്നിട്ട് ഷേബ രാജ്ഞി എന്നാണ്, ഷാബാസ് അല്ല. ഓക്കെ, സംഭവം ഇതാണ്. ഷേബരാജ്ഞ എന്ന് പറഞ്ഞ് നമ്മൾ ഒരാളെ കൊണ്ടുവന്ന് ഇരുത്തും, ഏതോ ഭാഷയാണ് സംസാരിക്കുന്നത്, എന്നിട്ട് ഒരു ഇന്റർപ്രറ്റർ നിൽക്കും, ചുമ്മാ പിള്ളേർക്ക് കൗതുകമാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഒരാഗ്രഹം പറയുന്നത് നടത്തി കൊടുക്കണം. അപ്പൊ ഇവര് ടീം തിരിച്ചാണ് നിർത്തുക. എന്നിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കി കഴിഞ്ഞ് ഇന്റർപ്രറ്റർ പറയും, ചത്ത 5 കൊതുകിനെ കൊണ്ടുവരിക. അപ്പൊ പോയി 5 കൊതുകിനെ, ചത്ത കൊതുകിനെ കൊണ്ടുവരണം. 5 mosquitoes which are dead. Whatever the queen says, we have to do it. So whichever group does it first, they are the winner. പിടിയിട്ടില്ലേ? ക്യൂനോഷേപ്പ് പിടിയിട്ടില്ലേ? അപ്പൊ ഒരു 6-7 ടാസ്ക് ചെയ്യുന്നവർ. അപ്പൊ എന്ത് സംഭവിക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ഒരെണ്ണം ഹാളിന്റെ തൊട്ടടുത്തുനിന്ന് പ്രാപിക്കാവുന്നതായിരിക്കും കൊടുക്കുക. അടുത്തത് അവര് ലിവിംഗ് റൂംസിലേക്ക് പോയിട്ട് തിരിച്ചു വരേണ്ടി വരും. ഫോർ എക്സാമ്പിൾ 5 1 rupee കോയിൻസ് കൊണ്ടുവരാം. ഇനി വേറൊന്ന് ക്യാമ്പസ് എക്സ്പ്ലോർ ചെയ്യേണ്ടതായിരിക്കും. 1 ഡ്രൈ മാംഗോ സീഡ്, ഉണങ്ങിയ മാങ്ങാണ്ടി കൊണ്ടുവരാം. അല്ലെങ്കിൽ അവർ റോഡിലേക്ക് ഇറങ്ങേണ്ടതായിരിക്കും. റോഡൊക്കെ തിരക്കേറിയ റോഡാണെങ്കിൽ സൂക്ഷിക്കണം. ഒരു ഉണങ്ങിയ ചാണകക്കട്ട കൊണ്ടുവരാം. കൗഡൻ, ഡ്രൈ കൗഡൻ. പിടിയില്ല? അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞ്, ഒന്ന് അവരുടെ ടീം വർക്ക്, 2 അവരുടെ സ്പീഡ്, 2 അവരുടെ എഫിഷ്യൻസി, പ്ലാൻ ചെയ്യാനും ഒക്കെയുള്ള ഇത്. അപ്പം ഒരു ടീം ചെതറി ഓടുമ്പോ തന്നെ പലയിടത്തേക്ക് പോകണം, എന്നാലേ കൂടുതൽ ഏരിയ കവർ ചെയ്യാം. ഇപ്പൊ 5 കൊതുകാണെങ്കിൽ കിട്ടിയ ഉടനെ ഒരാൾ ഇവിടെ തന്നെ നിൽക്കും, അയാളുടെ അടുത്തേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. അപ്പോഴാണല്ലോ 5 തേങ്ങ ഉടനെ കൊടുക്കാൻ പറ്റുക. അങ്ങനെ റൈറ്റ്. സമാനമായിട്ടുള്ള എക്സസൈസ് ആണ് 7 ടാസ്ക് ഓർ 10 ടാസ്ക്. നമ്മൾ കുറിപ്പുകളേല്, ലിസ്റ്റുകളേല് വി വിൽ റൈറ്റ് ടാസ്കുകൾ എഴുതും. ഇതുപോലത്തെ ടാസ്കുകൾ എഴുതും. അത് എല്ലാ ഗ്രൂപ്പിനും ടാസ്കുകൾ സെയിം ആണ്, പേപ്പറായിട്ടാണ് കൊടുക്കുക. പക്ഷെ ടാസ്കുകളുടെ ഓർഡർ തെറ്റായിരിക്കും. മനസ്സിലായോ? നമ്മുടെ CBSE ക്വസ്റ്റ്യൻ പേപ്പർ വിവിധ സെറ്റ് കൊടുക്കില്ലേ? 5, 4, 6 സെറ്റൊക്കെ കൊടുക്കില്ലേ ചില എക്സാംസിന്? ABCDEF. അതേപോലെ ഇവിടെ കൊടുക്കും. അതായത് ഒന്നാമത്തെ ഗ്രൂപ്പിന് കൊടുക്കുമ്പോൾ 10 മൊസ്കിറ്റോയെ കൊണ്ടുവരുന്നതാണ് ആദ്യത്തേതെങ്കിൽ, അത് 4ാമത്തെ ഗ്രൂപ്പിന് 7ാമത്തെ ടാസ്ക് ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ അവര് പ്ലാൻ ചെയ്യുന്ന ടാസ്കുകൾ ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ അപ്പൊ ടൈം മാനേജ്മെന്റ് ഗെയിം ആയിട്ട് മാറുന്നത്. ലീഡർഷിപ്പ് ഗെയിം ആകാം. എല്ലാവരും എല്ലാം ചെയ്യണം. ക്രമം, ഓർഡർ തെറ്റിക്കുന്നത് അവര് ഒരാൾ ചെയ്യുന്നത് മറ്റാർക്ക് ക്ലൂ കിട്ടാതിരിക്കാൻ. വിവിധ ടാസ്കുകളാണ്, സെയിം ടാസ്കുകളല്ല എന്നൊരു സൂചനയാണ് നമ്മൾ കൊടുക്കുക. പക്ഷെ അവസാനം അവരറിയുള്ളൂ എല്ലാവർക്കും സെയിം ടാസ്കുകളായിരുന്നു, നമ്മൾ ഓർഡർ തെറ്റിച്ചിട്ടേ ഉള്ളൂ എന്നുള്ളത്. അല്ലല്ല, പേപ്പർ ഒന്നിച്ചാ കൊടുക്കുക. നമ്മൾ പേപ്പർ ഒന്നിച്ച കയ്യിൽ കൊടുക്കും. ലീഡറുടെ കയ്യിൽ ആ ഗ്രൂപ്പിന്റേത് അവർക്ക് കാണുള്ളൂ. 7 എണ്ണവും അവർക്ക് ഒന്നിച്ച് കാണാം. പക്ഷെ മറ്റേ ഗ്രൂപ്പിന്റേത് അവർക്ക് കാണാൻ പറ്റില്ല. അവർക്ക് ഓർഡർ ഡിഫറെന്റ് ആയിരിക്കും. പ്രിന്റിംഗ് ഓർഡർ ഓർഡർ ചെയ്യണമെന്നൊന്നുമില്ല. ആ 7 ടാസ്കും ആദ്യം തീർത്ത് കൊണ്ടുവരുന്ന ആളാണ് ചെയ്യുക. കൊടുത്തേക്കുന്നത്. പക്ഷെ അവരോട് പറയില്ല അങ്ങനെ. അവര് വിചാരിക്കുന്നത് അവരുടെ ടാസ്കുകൾ ടോട്ടലി ഡിഫറെന്റ് ആണെന്നാണ്. ഒരു കൂട്ടര് കൊതുക് പൊറുക്കാൻ പോകുമ്പോൾ വേറൊരു തേങ്ങ പൊറുക്കാൻ പോകും. ഫൈൻ, അത് വേരിയന്റ് ആക്കാം നമുക്ക്.
പിക്ചർ അസംബ്ലിംഗ് ഗെയിംസ് നിങ്ങൾക്ക് അറിയാലോ. പസിലല്ല